നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 വെള്ളിയാഴ്ചയാണ്. കുംഭം 22. ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇസ്രയേൽ അമേരിക്ക സംയുക്ത സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് ഒരാഴ്ച. യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോഴും മധ്യപൂർവേഷ്യ അശാന്തിയുടെ പിടിയിലാണ്. ഒരു വശത്ത് ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ മിസൈൽ വർഷം നടത്തുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചും GCC രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയും പ്രത്യാക്രമണം തുടരുകയാണ് ഇറാൻ. ഫെബ്രുവരി 28 പുലർച്ചെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ലയൺസ് റോർ എന്ന പേരിൽ ഇസ്രയേലും ഇറാനിൽ സംയുക്താക്രമണം നടത്തിയത്. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചു. ഖമനേയി താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ അടക്കം പ്രയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഖമനേയിയുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. വൈകാതെ ഇറാന്റെ പ്രത്യാക്രമണം തുടങ്ങി. ഇസ്രയേലിനു പുറമെ GCC രാജ്യങ്ങളിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. പിന്നാലെ മേഖലയിലെ രാജ്യങ്ങളെല്ലാം വ്യോമപാത അടച്ചു. GCC രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചതോടെ 10,000-കണക്കിന് യാത്രക്കാർ പെരുവഴിയിലായി. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ക്രൂഡ് LNG നീക്കവും നിശ്ചലമായി. മിനാബിലെ പ്രൈമറി സ്കൂളിൽ 165 കുട്ടികളുടെ മരണം യുദ്ധത്തിന്റെ തീരാനോവായി. അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിലാണ് സ്കൂൾ കെട്ടിടം തകർന്ന് കുട്ടികൾ മരിച്ചത്. അതിനിടെ ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ കപ്പൽ തകർന്ന് 87 നാവികർ മരിച്ചത് സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. ഇറാനെ പൂർണ്ണമായും ആണവ വിമുക്തമാക്കുമെന്നും അതുവരെ ആക്രമണം തുടരുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. യുദ്ധം ഒരാഴ്ച പിന്നിട്ടതോടെ ഇറാനിൽ മാത്രം മരണം 1000 പിന്നിട്ടിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനിയൻ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈകിപ്പോയെന്നും യുദ്ധം തുടരാനാണ് അമേരിക്ക ഇപ്പോൾ താൽപര്യപ്പെടുന്നത് എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദം ഇറാൻ തള്ളി. അതിനിടെ ഇറാനെതിരായ ട്രംപിന്റെ സൈനിക നടപടികൾക്ക് തടയിടാനുള്ള പ്രമേയം US ജനപ്രതിനിധി സഭ തള്ളി. ആക്രമണ ഭീഷണി നേരിട്ട് ശ്രീലങ്കൻ സമുദ്ര അതിർത്തിയിലേക്ക് എത്തിയ ഇറാന്റെ രണ്ടാമത്തെ കപ്പലിനെ സുരക്ഷിതമായി ശ്രീലങ്കൻ നാവികസേന ഏറ്റെടുത്തു. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1230 ബഹ്റൈനിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. സൗദിക്ക് നേരെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നേരെ വന്ന 3 മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർത്തതായാണ് സൗദി അറിയിച്ചത്. യൂറോപ്യൻ യൂണിയൻ GCC രാജ്യങ്ങളുടെ യോഗത്തിൽ സമാധാനത്തിനും ഐക്യത്തിനും UAE ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, പ്രമേയം ഇന്നലെ സെനറ്റ് തള്ളിയതാണ്. ഇന്ന് US ജനപ്രതിനിധി സഭ കൂടി തള്ളുകയാണ്. ട്രംപിന് പൂർണ്ണമായും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണോ വിലയിരുത്തപ്പെടേണ്ടത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ദിൽനാം. ഡൊണാൾഡ് ട്രംപിന് ഈ അമേരിക്കൻ സൈന്യത്തെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാനുള്ള അധികാരങ്ങൾക്ക് കടിഞ്ഞാണിടുവാൻ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രമിക്കുന്ന മറ്റൊരു പ്രമേയമാണ് ഇപ്പോൾ US കോൺഗ്രസിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. 212-നെതിരെ 219 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളപ്പെട്ടത്. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സഭയിൽ ഈ പ്രമേയം പരാജയപ്പെടുമെന്ന് വളരെ നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഇറാനെതിരെ US ആരംഭിച്ച സൈനിക ആക്രമണങ്ങൾ US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തുടരാനാവില്ല എന്നായിരുന്നു ഈ പ്രമേയത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. അതുപോലെ ഭരണഘടന അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം US കോൺഗ്രസിനാണെന്ന് ഡെമോക്രാറ്റുകൾ വാദിച്ചു. പക്ഷേ രാജ്യസുരക്ഷ മുൻനിർത്തി US പ്രസിഡന്റിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ അധികാരമുണ്ടെന്നാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഇന്ന് ക്യാപിറ്റോൾ ഹില്ലിൽ തിരിച്ചടിച്ചത്. ഇതിനോടൊപ്പം തന്നെ ലോകത്ത്
ലോകത്ത് ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇറാൻ എന്ന് സ്ഥിരീകരിക്കുന്ന മറ്റൊരു റെസൊല്യൂഷൻ കൂടി ഇന്ന് US കോൺഗ്രസ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു പ്രമേയം, അതായത് ട്രംപിന്റെ അധികാരങ്ങൾക്ക് കടിഞ്ഞാണിടുവാനും യുദ്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുമുള്ള ഒരു പ്രമേയം US സെനറ്റും കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഒരു രാജാവല്ല. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയുടെ താല്പര്യത്തിന് എതിരാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് US കോൺഗ്രസിന്റെ മുന്നിൽ വന്ന് തെളിയിക്കണമെന്ന് ഹൗസിൽ ഈ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് അംഗം ഗ്രിഗറി മിക്സ് വാദിക്കുകയുണ്ടായി. ഈ ഹൗസിലും സെനറ്റിലും വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളത്. ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തെ അതൊരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമല്ല, അല്ലെങ്കിൽ മറിച്ച് വിദേശ രാജ്യങ്ങൾ അല്ല അമേരിക്കയോട് വളരെ നാളായിട്ട് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഒരു അന്ത്യമായിട്ട് കാണുന്നതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വാദിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട സൈനിക നീക്കം ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള വലിയൊരു അവസരമാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങൾ വാദിക്കുന്നുണ്ട്. അവർ പറയുന്നു ഇത് ഇറാനിൽ ഒരു അധികാരശൂന്യതയ്ക്ക് വഴിതെളിക്കും, പക്ഷേ അതിനനുസരിച്ച് നീങ്ങണമെന്നുള്ള ചില മുന്നറിയിപ്പും ഇതുപോലെ മറ്റു മുതിർന്ന നേതാക്കളും നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ സംഭവിച്ചത്, അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ റെസൊല്യൂഷൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. 2 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകളോടൊപ്പം ചേർന്ന് ഈ വാർ പവേഴ്സ് റെസൊല്യൂഷനെ അനുകൂലിച്ചപ്പോൾ 4 ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ ട്രംപ് നടത്തിയ നടപടിയോട് ചേർന്നെന്ന് വേണമെങ്കിൽ പറയാം, പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ഇതിപ്പോൾ ഇന്ന് പാസ്സായി ഒരു നിയമമായി പിന്നീട് സെനറ്റിൽ വന്ന് മാറിയിരുന്നെങ്കിൽ US കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുവാനുള്ള ട്രംപിന്റെ അധികാരം ഒരു വീറ്റോയിലൂടെ ഒരുപക്ഷെ തടയുമായിരുന്നു. മധു, ഒരു കാര്യം കൂടെ, ഇപ്പോ ഈ ഇറാനിൽ ഭരണമാറ്റം എന്ന് പറയുമ്പോഴും ആ ഭരണമാറ്റത്തിൽ മുജ്തബ ഖമനയി ആയിരിക്കും ഭരണത്തിലേക്ക് വരാൻ ഒരു സാധ്യത. പക്ഷെ താൻ അത് ഒട്ടും സ്വീകരിക്കുന്നില്ല. അമേരിക്കയ്ക്ക് അത് സ്വീകാര്യമല്ല. മാത്രവുമല്ല, തന്റെ വ്യക്തിപരമായ ഇടപെടലിൽ കൂടി മാത്രമേ അത്തരം ഒരു ഭരണമാറ്റം ഇറാനിൽ സാധ്യമാകൂ എന്ന് കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ന് പകലൊരു 10 മണിയോട് കൂടിയാണ് വരുന്നത്. അതായത് അമേരിക്കയുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു സൈനിക ഇടപെടലിനോ ശേഷം പോകുമ്പോൾ പിന്നീട് വരുന്ന ഭരണം കൂടുതൽ തലവേദനയായിട്ട് വരുന്നത് കണ്ടുകൊണ്ട് അതൊരു വ്യക്തിപരമായിട്ടായിരിക്കത്തില്ല, US പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതിനകത്ത് പങ്കാളിത്തം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തന്നെയുമല്ല, നേരത്തെ കൃഷ്ണ ഈ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഇറാൻ പരസ്യമായി ഒരു രീതിയിലും അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയ്ക്കില്ല എന്ന് പറയുമ്പോഴും രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് CIA മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സംഘടന വഴി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ഒരു വിവരം നൽകിയതായിട്ട് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈ CIAക്ക് ലഭിച്ച ഒരു വിവരമായിരിക്കാം അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൃഷ്ണ. ശരി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി മധ്യേഷ്യൻ സംഘർഷങ്ങളുടെ വാർത്തകളിലേക്ക് തന്നെയാണ്. വിവിധ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമൊപ്പം ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസും. ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ആദ്യം പോകുന്നത്. ബൽറാം, കഴിഞ്ഞ 2 ദിവസങ്ങളുണ്ടായ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമായി ആക്രമണങ്ങൾ കടക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നേരിട്ട് എന്ന രീതിയിലേക്ക് ഇന്ത്യക്ക് തൊട്ടടുത്തേക്ക് യുദ്ധത്തിലെ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ ഒരു കപ്പലാണ് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായത്. ഇറാന്റെ 2ാമത്തെ യുദ്ധക്കപ്പൽ അത് സുരക്ഷിതമാണ് എന്ന് ഇന്നലെ അവർ സഹായം തേടിയിരുന്നു ശ്രീലങ്കൻ സേനയോട്. ആ കപ്പൽ സുരക്ഷിതമാണ് എന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ശ്രീലങ്കൻ സൈന്യം ഉള്ളവർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ദിൽന, ക്രിസ്റ്റീന. ഈ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കൂടി ഈ സംഘർഷം വ്യാപിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിരുന്നു. മാർച്ച് 4-നാണ് ഈ മേഖലയിൽ വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഐറിസ് ദേന എന്ന കപ്പലിന് നേരെയുണ്ടായ ടോർപിഡോ ആക്രമണത്തിൽ 80-ലേറെ സൈനികർ അല്ലെങ്കിൽ നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ട്. ഇത് ശ്രീലങ്കയുടെ അധികാര പരിധിയിൽ വരുന്ന സമുദ്രമേഖലയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. അന്താരാഷ്ട്ര കപ്പൽശാലയിലൂടെ കടന്നുപോകുമ്പോഴായിരുന്നു ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മറ്റൊരു ഇറാനിയൻ കപ്പൽ കൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഐറിസ് ബഷീർ എന്ന കപ്പലാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്.
ഇത്തരത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണപ്രകാരം വിശാഖപട്ടണത്ത് നടന്ന മിലൻ അടക്കമുള്ള 2 നാവികാഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്ത ശേഷം മടങ്ങിപ്പോവുകയായിരുന്നു ഈ ഐറിസ് സേന കപ്പൽ. അത് യുദ്ധസജ്ജമായിട്ടല്ലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അത്തരം ഒരു കപ്പലിന് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് തൊട്ടടുത്തുള്ള മറ്റ് കപ്പൽ ഐറിസ് ബഷീർ എന്ന കപ്പലിനും ഇത്തരത്തിലൊരു ഭീഷണി നേരിട്ടതും തുടർന്ന് ശ്രീലങ്കയ്ക്ക് അപായ സന്ദേശം അയച്ച അല്ലെങ്കിൽ ശ്രീലങ്കൻ തീരത്ത് അണയാൻ ശ്രീലങ്കൻ സർക്കാരിനോട് അനുമതി തേടിയതും ആ കപ്പലിന് ശ്രീലങ്ക ഏതായാലും അഭയം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ശ്രീലങ്കൻ നാവികസേന ഐറിസ് ബുഷേറിൽ നിന്നുള്ള 208 ജീവനക്കാരെയും സുരക്ഷിതരായി ഒഴിപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയെ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കപ്പൽ ഐറിസ് ബഷീർ എന്ന കപ്പൽ ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ തുറമുഖമായ ട്രിങ്കോമാലിയിലേക്ക് സുരക്ഷിതമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട അതേസമയം രാഷ്ട്രീയ പ്രതികരണങ്ങൾ വഴിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ആധിപത്യമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വെച്ച് ഈ നാവികസേനയുടെ തന്നെ ക്ഷണമനുസരിച്ച് ഒരു അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തി മടങ്ങിയ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ആണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ വരാനിരിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദത്തിൽ ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനവും പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇക്കാര്യം സാഹചര്യം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഇന്ത്യൻ പോർട്ടുകൾ, ഇന്ത്യൻ തുറമുഖങ്ങളോ ഇന്ത്യൻ സൈനിക ആസ്തികളോ ഈ ഒരു ആക്രമണത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലുള്ള തുടർ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. ജിദ്ദയിൽ നിന്നാണ് ജലീൽ വിവരങ്ങളുമായി ചേരുന്നത്. ജലീൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗൾഫ് മേഖല ഏകദേശം ഒരു ശാന്തം എന്ന് പറയുമ്പോഴും സൗദിക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന സൂചനകളുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ജനജീവിതം വളരെ ശാന്തമായ രീതിയിൽ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിലേക്ക് മാറുന്നുണ്ടോ? കൃഷ്ണ, ദിൽന, ഗുഡ് മോർണിംഗ്. സൗദിയിൽ വീണ്ടും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റിയാദിനടുത്ത ഖർജിൽ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മിസൈലുകൾ സൗദി പ്രതിരോധ സേന തകർത്തു. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് തടഞ്ഞത്. സൈനിക താവളത്തെയും പരിസരത്തെ സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ സാധിച്ചതിനാൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൌരന്മാരുടെ സംരക്ഷണത്തിനും ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടും എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക താവളമുള്ള അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് പലതവണ സൗദിക്ക് നേരെ ആക്രമണ ശ്രമങ്ങളുണ്ടായി. എന്നാൽ സൗദി പ്രതിരോധ സേന ഇതിൽ കൂടുതലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു. രാജ്യത്ത് എവിടെയും വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തില്ല എന്നത് വലിയ ആശ്വാസമാണ്. സൗദിയുടെ മധ്യമേഖല, കിഴക്കൻ പ്രവിശ്യ, വടക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആക്രമണ ശ്രമങ്ങൾ നടന്നത്. റിയാദ്, ഖർജ്, അൽജൌഫ്, റസ്തന്നൂറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ജിദ്ദ, മക്ക ഉൾപ്പെടെ പടിഞ്ഞാറൻ നഗരങ്ങളിൽ ഇതുവരെ ഒരു തരത്തിലുള്ള ആക്രമണ ഭീഷണിയും ഉണ്ടായിട്ടില്ല. സൗദിയിലെ ജനജീവിതം ഒട്ടും തടസ്സമില്ലാതെ സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അമേരിക്കൻ താവളങ്ങൾ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും സൗദി അറാംകോ പോലുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ അപലപിച്ചു കഴിഞ്ഞു. എന്നാൽ അറാംകോയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നും അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നതാണ് എന്നുമാണ് ഇറാന്റെ പുതിയ വാദം. ഇതിനോട് സൗദി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. സൗദിയിലെ അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ഇറാന്റെ ലക്ഷ്യമെന്ന് സൗദി പലതവണ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അതേസമയം സൗദിയിലെ ഇന്ത്യൻ
അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യ സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. പ്രവാസികളെയും യാത്രക്കാരെയും സംബന്ധിച്ചിടത്തോളം സൗദിയിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ പോലെ യാത്രാ തടസ്സങ്ങൾ കാര്യമായി നിലവിലില്ല. ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും യാത്രക്കാർക്ക് ഒരു പ്രധാന നിർദ്ദേശം നൽകാനുള്ളത് സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള പല വിമാനങ്ങളും ഒരേ സമയം സർവീസ് നടത്തുന്നതിനാൽ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് കാരണം പലർക്കും കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനാൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് എത്തുന്നതിന് പകരം കുറഞ്ഞത് 5 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്താൻ ശ്രദ്ധിക്കണമെന്ന് ജിദ്ദയിലെ എയർപോർട്ട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നുണ്ട്. കൃഷ്ണ ദില്ല. ശരി ജലീൽ, സൗദിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രീതിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണത്തിനുള്ള ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് പ്രതിരോധിക്കാനായി എന്നാണ് സൗദി പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് UAE, GCC രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും സംയുക്ത പ്രസ്താവന ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഇറക്കിയിട്ടുണ്ട്. അപ്പോഴും ബഹ്റൈനിൽ നിന്നടക്കം ചില ആക്രമണ വാർത്തകൾ വരുന്നുണ്ട്. UAEയിൽ മറ്റ് GCC രാജ്യങ്ങളിൽ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് റഹീസ്? ദിൽന, ഈ സമാധാന ആഹ്വാനം നടത്തിയ ശേഷം ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും തീവ്രമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തെ നിസ്സാരമായിട്ടുള്ള ആക്രമണം എന്ന് കാണാൻ കഴിയില്ല. കാരണം UAEയിൽ അടക്കം ഉണ്ടായ ആക്രമണം അത് തീവ്രമായ ആക്രമണമായിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് വലിയ അകലത്തിലല്ലാത്ത ആക്രമണമായിരുന്നു. അത് കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ സ്ഥലങ്ങളുടെ പേര് ഇപ്പോൾ വ്യക്തമാക്കാത്തതാണ്. അബുദാബിയിൽ ഇന്നലെ ഈ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണം അത് തീവ്രമായ ആക്രമണം തന്നെയായിരുന്നു. കാരണം വലിയ രീതിയിൽ തീ ഉയർന്ന ചിത്രങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഉഗ്ര ശബ്ദം കേൾക്കുന്ന ഏതാണ്ട് ഒരു 10-ലധികം മിസൈലുകളോ ഡ്രോണുകളോ മറ്റുമൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന, ഡിഫ്യൂസ് ചെയ്യുന്ന ശബ്ദങ്ങൾ ആകാശത്ത് വളരെ അടുത്തായി കേൾക്കാൻ കഴിയുമായിരുന്നു. ആ നിലയിലേക്ക് അവർ ഇന്നലെ വൈകിട്ടോടുകൂടി ഇറാൻ അവരുടെ ആക്രമണം മാറ്റിയിരുന്നു. ഏതാണ്ട് ഇന്നലെ രാത്രി ഒരു 8-8:30 കൂടിയിട്ടാണ് 2 തവണ തുടർച്ചയായി UAEയിൽ പലയിടത്തുമുള്ളവർക്ക്, അബുദാബിയിലും ദുബായിലും ഫുജൈറയിലുമുള്ളവർക്ക് ഇത്തരത്തിൽ അലേർട്ട് മെസ്സേജുകൾ തുടർച്ചയായി 2 തവണ വന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്ന ശേഷമാണ് ആ അലേർട്ട് മെസ്സേജ് മാറി പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നത്. ഇന്നലെ രാത്രി പ്രധാനമായിട്ടും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ തന്നെ നിൽക്കണമെന്നും ഡോറിനോടും ഒപ്പം തന്നെ ഈ ജനലിനും അടുത്തുമൊന്നും ചേർന്ന് നിൽക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള നിർദ്ദേശം കൂടിയായിരുന്നു. അത് പലതവണ റിപ്പീറ്റ് ചെയ്ത നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് UAEയിൽ ഉണ്ടായത് ഒരു വലിയ ആക്രമണം തന്നെയാണ്. അതിന് പിന്നാലെ ഇത്തരത്തിൽ ബഹ്റൈനിൽ ഉണ്ടായ ആക്രമണവും ശക്തമായ ആക്രമണമാണ്. ബഹ്റൈനിൽ ജനവാസ മേഖലയിലാണ് ആക്രമണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ തീപിടുത്തമടക്കം ഉണ്ടായത് എന്നുള്ള വിവരമാണ് രാവിലെ പുറത്തു വരുന്നത്. അത് ഈ മനാമയിൽ ഉണ്ടായ ആക്രമണം അത് 2 ഹോട്ടലുകളും ഒപ്പം തന്നെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടവും ഇറാൻ ലക്ഷ്യമിട്ടതായി, അല്ലെങ്കിൽ അവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ അലയൊലികൾ ആ പ്രദേശത്തെ സാരമായി ബാധിച്ചു എന്നുള്ളത് ഈ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടെങ്കിലും ആളപായമില്ല എന്നാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ഒപ്പം തന്നെ ഈ ആളുകൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണം എന്ന നിലയിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ ഒരു ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇന്ന് പുലർച്ചെ ബഹ്റൈനിൽ നിന്ന് കാണുന്നത്. സാധാരണഗതിയിൽ രാവിലെ ശക്തമായ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ബഹ്റൈൻ. ഈ പുലർച്ചെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി UAEയിലടക്കം പുലർച്ചെ വലിയ ആക്രമണം ഉണ്ടാകാറില്ല. അത് സൗദിയിലും ബഹ്റൈനിലും ഒക്കെയാണ് കാര്യമായ ആക്രമണം ഉണ്ടാകാറുള്ളത്. അങ്ങനെ ഒരു 2-3 ദിവസം വലിയ തോതിൽ ഈ ഗൾഫ് രാജ്യങ്ങളെ എടുത്തു നോക്കിയാൽ തീവ്രമായ ആക്രമണം എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. അത് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കണ്ടിന്യൂസ് ആയ അറ്റാക്ക് ഒന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണം അത് തീവ്ര സ്വഭാവമുള്ള ആക്രമണം തന്നെയാണ്. ഗൾഫിലെ പല മേഖലകളെ കേന്ദ്രീകരിച്ച് നേരത്തെ സൗദിയിലെ കാര്യം വിശദമായി തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സൗദിയെയും
ബഹ്റൈനെയും ഒപ്പം തന്നെ ഈ കുവൈറ്റിൽ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായി. ഒപ്പം UAE-യിൽ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായി. അബുദാബിയിലാണ് ആക്രമണമുണ്ടായത്. അപ്പോൾ ആ നിലയിലേക്ക് കൂടുതൽ തീവ്രമായ ആക്രമണമുണ്ടായി. ഇന്നലെ ഈ GCC രാജ്യങ്ങളെയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ മന്ത്രിമാരുടെ യോഗത്തിൽ അവിടെ നടന്ന ചർച്ചയിലാണ് UAE അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഇത്തരത്തിൽ ഐക്യത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കലും പൊരുത്തപ്പെടാനാകാത്ത രണ്ട് ദർശനങ്ങൾ തമ്മിൽ ഒരു മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് UAE പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിൽ ഇരുപക്ഷവും പിടിക്കാത്ത നിലപാട് നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ തന്നെ UAE മുന്നോട്ട് വെക്കുന്നു. ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. അപ്പോഴും ഈ സാമ്പത്തിക ഐക്യം ഈ സമയത്ത് ഉണ്ടാകണം. നല്ല രീതിയിലുള്ള ഒരു കൂട്ടുകെട്ട് എല്ലാ മേഖലയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മികച്ച ഒരു അടിസ്ഥാന ബോധവും ഒപ്പം തന്നെ ഒരു കൂട്ടുകെട്ടും പങ്കാളിത്തവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമയം അതിജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ദർശനം കൂടി UAE മുന്നോട്ട് വെക്കുന്നു. ആ നിലപാടാണ് അവർക്ക് പറയാനുമുള്ളത്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയതിനു ശേഷം ഇന്നലെ രാത്രി പ്രധാനമായിട്ടും UAE-യിലെ ഉപപ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ദുബായ് കിരീടാവകാശിയും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം സൗദി പ്രതിരോധ മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കാര്യം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സൗദിയും UAE-യും തമ്മിലുള്ള ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായിട്ട് ഉള്ള പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ചർച്ചകളൊക്കെ ഇന്നലെ രാത്രി നടന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ ആക്രമണങ്ങളൊക്കെ അതേപടി തുടരുമ്പോഴും രാവിലെയുള്ള UAE-യിലെ ജനജീവിതം അത് സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോയി. കാര്യമായ നിയന്ത്രണങ്ങളൊന്നും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രണവും ഒപ്പം തന്നെ ടൂറിസം മേഖലയിലെ ചില നിയന്ത്രണവും ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി. എന്തായാലും ജനജീവിതം സാധാരണ നിലയിലാണ്, സമാധാനമാണ്. അതേപോലെ തന്നെ സംഘർഷം അത് ഒഴിവാക്കണമെന്ന ആഹ്വാനവും UAE ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ്. അയത്തുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇതായി കാത്തിരിക്കുകയാണ് ലോകം. ആരാണ് മുജ്തബ ഖമനയി എന്നും ഇറാന്റെ പുതിയ ശക്തി കേന്ദ്രമായി മാറാനുള്ള ശേഷി മുസ്തബയ്ക്കുണ്ടോ എന്നും പരിശോധിക്കാം. ആയത്തുള്ള അലി ഖമനയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖമനയി. ദീർഘകാലമായി ഇറാൻ ഭരണകൂടത്തിന്റെ അണിയറയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന മുജ്തബ ഇറാനിലെ മഷ്ഹദിൽ 1969 ജനിച്ചത്. പ്രശസ്തമായ ഖ്വോം സെമിനാരിയിൽ നിന്ന് മതപഠനം പൂർത്തിയാക്കിയ മുജ്തബ ഖമനയി ഹൊജ്ജത്തുൽ ഇസ്ലാം എന്ന മധ്യനിര മതപദവിയിലാണ് നിലവിലുള്ളത്. പരമോന്നത നേതാവാകാൻ ആയത്തുള്ള പദവി വേണമെന്ന നിബന്ധനയിൽ മുജ്തബയ്ക്കായി ഇളവ് വരുത്താനിടയുണ്ടെന്നാണ് വിവരം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ പിന്തുണയാണ് മുജ്തബയെ ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയാക്കിയതെന്നാണ് റിപ്പോർട്ട്. പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഇറാന്റെ ഭരണ സംവിധാനത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് മുജ്തബ ഖമനയി. 2009 തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ മുജ്തബ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാണ് വിവരം. IRGS-ലെ അർദ്ധസൈനിക വിഭാഗമായ ബാസിജിന്റെ നിയന്ത്രണം മുജ്തബയ്ക്കായിരുന്നു. 1987-88 കാലഘട്ടത്തിൽ ഇറാൻ-ഇറാഖ് യുദ്ധത്തിലും മുജ്തബ പങ്കെടുത്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുജ്തബ ഖമനയി അധികാരത്തിലെത്തുന്നത് IRGS-നെ ശക്തിപ്പെടുത്തുമെന്നാണ് സൂചന. ഇബ്രാഹിം റൈസി പ്രസിഡന്റായിരുന്ന കാലത്ത് മുജ്തബയെ അലി ഖമനയുടെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടിയിരുന്നുവെങ്കിലും മകനെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നതിൽ ഖമനയ്ക്ക് എതിർപ്പുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ കുടുങ്ങിയവരുമായുള്ള ആദ്യ വിമാനം ഇന്ന് കരിപ്പൂരെത്തും. ദോഹയിലുള്ളവരെ ബസ് മാർഗം റിയാദിലെത്തിച്ചാണ് നാട്ടിലേക്കുള്ള വഴിയൊരുക്കിയത്. റിയാദിൽ നിന്ന് പുലർച്ചെ 3:30 പുറപ്പെട്ട സൗദി എയർലൈൻസ് രാവിലെ 10:45 കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. ഇറാന്റെ ആക്രമണ ഭീഷണികളൊന്നും സൗദിയിലെ ജനജീവിതത്തെ തെല്ലും ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ജിദ്ദയിലെ റമദാൻ കാഴ്ചകൾ. ചരിത്ര നഗരിയായ അൽ ബദലിലേക്ക് ദിവസവും ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകരാണ്. സൗദിയുടെ പാരമ്പര്യവും തനിമയും ഒട്ടും ചോരാതെ ഒരുക്കിയിരിക്കുന്ന ഈ റമദാൻ മാമാങ്കം കാണാം.
ജിദ്ദയിലെ പൈതൃക നഗരിയായ അൽ ബലദിൽ ഇപ്പോൾ ജനസാഗരമാണ്. യുദ്ധവാർത്തകൾക്കും ആശങ്കകൾക്കും ഇടമില്ലാത്ത സന്തോഷത്തിന്റെ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. റമദാൻ ആദ്യവാരത്തിൽ മാത്രം 10 ലക്ഷത്തിലധികം ആളുകളാണ് ബലദിലെത്തിയത്. പഴയ സൗദിയുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചകൾ ഓരോ കോണിലും സന്ദർശകരെ കാത്തിരിക്കുന്നു. പാട്ടുപാടിയും താളമിട്ടും സന്ദർശകരെ സ്വീകരിക്കുന്ന ഫുഡ് സ്റ്റാളുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പരമ്പരാഗത സൗദി വിഭവങ്ങളുടെ തനത് രുചിയും സുഗന്ധദ്രവ്യങ്ങളുടെ മണവും ഈ ചരിത്രവീഥികളെ സജീവമാക്കുന്നു. ഇതിനു പുറമെ കരകൌശല വസ്തുക്കളുടെയും പഴയകാല വസ്ത്രങ്ങളുടെയും വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും തിരക്ക് ഒട്ടും അനുഭവിക്കാത്ത രീതിയിലാണ് ക്രമീകരണങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ ഗൈഡുകളുടെയും ക്രൗഡ് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെയും സഹായത്തോടെ അധികൃതർ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് സൗദിയുടെ പാരമ്പര്യം നേരിട്ടറിയാനുള്ള വലിയൊരു അവസരമായി ബലദിലെ ഈ റമദാൻ ചന്തകൾ മാറുന്നു. പഴമയുടെ പ്രൗഢിയും റംസാന്റെ ആത്മീയതയും സംഗമിക്കുന്ന സ്ഥലം. പുലരുവോളം നീളുന്ന ഈ ആഘോഷം സന്ദർശകർക്ക് മറക്കാനാകാത്ത അനുഭവം സമ്മാനിക്കും. ജിദ്ദയിലെ ബലദിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 യുദ്ധവിമാനത്തിന് വേണ്ടി തെരച്ചിൽ ശക്തം. അസമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം കുന്നിൻ പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് സൂചന. 7:42 റഡാറിൽ നിന്നുള്ള വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. ഇരട്ട സീറ്റ് യുദ്ധവിമാനമാണ് സുഖോയ് 30. പതിവ് പരിശീലന പറക്കലിനിടെയാണ് യുദ്ധവിമാനം കാണാതായത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, എന്തെങ്കിലും വിവരം ഈ അവസാന നിമിഷവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് സേന ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്? ദിൽന, ക്രിസ്റ്റീന, ഈ കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 യുദ്ധവിമാനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ വിമാനം തകർന്നു വീണ മേഖല എന്നുള്ളത് ഒരു വനമേഖലയാണ്, കുന്നിൻ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ഒരു തെരച്ചിൽ പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ഒപ്പം തന്നെ അസമിലെ പോലീസ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രത്യേക സംഘങ്ങൾ ഈ പ്രദേശത്ത് എത്തി തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇതോടൊപ്പം തന്നെ പ്രാദേശികമായ ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആസാമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് തകർന്നു വീണത്. പതിവ് പരിശീലന പറക്കലിനിടെയായിരുന്നു വിമാനം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 7:42 റഡാറിൽ നിന്നും വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. തുടർന്ന് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപായ സന്ദേശം നൽകുകയും തെരച്ചിൽ നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. എന്താണ് ഈ വിമാനത്തിന്റെ അപകടത്തിന് ഇടയാക്കിയത് എന്നത് ഈ മറ്റ് സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. 2 സീറ്റുകളുള്ള യുദ്ധവിമാനമാണ് സുഖോയ് MKI യുദ്ധവിമാനം. അത് പരിശീലന പറക്കൽ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ 2 പൈലറ്റുമാർ ഈ വിമാനത്തിൽ ആ ഘട്ടത്തിൽ അപകടത്തിൽ പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും തെരച്ചിൽ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ അപകട കാരണം ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാവുക. അപകടം സംബന്ധിച്ച് വ്യോമസേന ഇതിനകം തന്നെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയോടെയാണ് ഈ വിമാനവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. ഇനിയും ഇത് എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇനി ന്യൂസ് ബ്രേക്സിൽ ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാറും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും കോഴിക്കോട് നിന്ന് ദിൽഷയും പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ എസ് വിനേഷ് കുമാറുണ്ട്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം അത് തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ മുൻകൂർ ജാമ്യം അത് ഇന്ന് കോടതി ഒന്ന് പുനഃപരിശോധിക്കുകയും കൂടി ചെയ്യുകയാണ്. ദിൽന, ഗുഡ് മോർണിംഗ്.
എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായക ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 27-നായിരുന്നു അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. അതാണിപ്പോൾ ഇന്നത്തേക്ക് മാറ്റിയിട്ടുള്ളത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് പരിഗണിക്കുന്നത്. അതായത് അതിജീവിതയെ ഫോണിൽ വിളിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യ വ്യവസ്ഥയിലെ 5ാമത്തെ വ്യവസ്ഥ അത് ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത്, വാദിഭാഗം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക ഒരു ദിവസം തന്നെയാണെന്ന് കോടതി 11 മണിയോടുകൂടിയാണ് ഈ കേസ് പരിഗണിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് തിരുവനന്തപുരത്ത് വിമാനമാർഗം ഇറങ്ങും. ഇവിടെ നിന്നാണ് കൊല്ലത്തേക്ക് പോവുക. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ വാർഷികാഘോഷത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നാളെയാണ് പരിപാടിയുള്ളത്. നാളെ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപനമാണ്. സമാപനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് നഴ്സുമാരുടെ സമരമാണ്. നഴ്സുമാരുടെ സമരം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് വളയലായിരുന്നു കഴിഞ്ഞ ദിവസം നഴ്സുമാരുടെ സംഘടന നടത്തിയിരുന്നത്. 8000-നും 10,000-നും ഇടയിലുള്ള നഴ്സുമാർ ഇതുപോലെ തന്നെ പണിമുടക്കിക്കൊണ്ട് സമരരംഗത്ത് സജീവമായിരുന്നു. സ്വകാര്യ ആശുപത്രികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. കാരണം ഒരു ആശുപത്രിയിൽ 1/3 നഴ്സുമാർ മാത്രമാണുള്ളത്, ബാക്കി എല്ലാവരും തന്നെ സമരരംഗത്താണ്. ഇതിൽ ചില ആശുപത്രികൾ മാത്രമാണ് ഇവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറായത്. മിനിമം വേതനം 40,000-ആയി കൂട്ടിക്കൊടുക്കാൻ തയ്യാറായത്. ഇന്നും അവരുടെ സമരം തുടരും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി കൊച്ചിയിലേക്കാണ്. അവിടെ വിഷ്ണു സുരേഷ് തയ്യാറാണ്. വിഷ്ണു, ജി സുധാകരൻ്റെ രാഷ്ട്രീയ തീരുമാനം എന്താകും എന്നതിൽ വലിയ രാഷ്ട്രീയാകാംക്ഷ ഉണ്ട്. 3-ാം ദിവസവും ഇതിൽ ആകാംക്ഷ തുടരുകയാണ്. ഒപ്പം അങ്കമാലിയിലെ അപകടത്തിൽ ഇനിയുമൊരു പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്തത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഹൈക്കോടതിയിൽ ഇന്ന് തൊണ്ടി മുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൊച്ചിയിലടക്കം ഉണ്ട്. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. എന്താണ് മധ്യകേരളത്തിൽ നിന്നടക്കം ഇന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? പ്രധാനമായും ഈ അങ്കമാലിയിലെ അപകടവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. 6 ദിവസമായി, പക്ഷേ ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയാണെങ്കിൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയില്ല പോലീസ്. പക്ഷേ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. 6 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ ഭാഗത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ആന്റണി രാജുവിന്റെ അപ്പീൽ ഹർജിയാണ്. കഴിഞ്ഞ ദിവസം തൊണ്ടി മുതൽ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിന്റെ അപ്പീൽ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ചില ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് ആന്റണി രാജു തന്നെ ചെയ്തു എന്നതിന്റെ തെളിവ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിനൊക്കെ മറുപടി ഇന്നലെ പ്രോസിക്യൂഷൻ സത്യവാങ്മൂലമായി നൽകിയിട്ടുണ്ട്. ആന്റണി രാജു തന്നെ ഇതിൽ കൃത്യമായ തെളിവുകൾ പരിശോധിച്ചാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നൊരു വ്യക്തിപരമായ ആവശ്യമാണ്. അതുകൊണ്ട് ശിക്ഷ റദ്ദ് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ ഈ ആന്റണി രാജുവിന്റെ ഹർജി എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നുള്ളത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കേരള സന്ദർശനമാണ്, കൊച്ചി സന്ദർശനമാണ്. അദ്ദേഹം ഇന്നലെയാണ് കൊച്ചിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗോശ്രീ പാലത്തിന് സമീപമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് അദ്ദേഹം ഗോശ്രീ പാലം സന്ദർശിക്കുന്നതിനും അതോടൊപ്പം തന്നെ യുവാക്കളോടൊപ്പം സംവദിക്കുന്നതിനും വേണ്ടി അല്പസമയത്തിനകം തന്നെ ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് എത്തും. കൊച്ചിയെ സംബന്ധിച്ച് അദ്ദേഹം 2001 മുതൽ 2024 വരെ കൊച്ചിയുടെ കളക്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഗോശ്രീ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ജ്ഞാനേഷ് കുമാർ. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം വീണ്ടും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിൻ്റെ ഭാഗമായി കൂടി ഗോശ്രീ പാലത്തിലൂടെ ഒരു വാക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം, വോട്ടിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമെന്ന് യുവാക്കളിലേക്കും അതോടൊപ്പം തന്നെ സമുദായികരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ SIR നടപടികളും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനേഷ് കുമാർ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 3 ദിവസത്തെ സന്ദർശനമാണ്. അതിൻ്റെ ആദ്യ ഔദ്യോഗിക പരിപാടിയാണ് ഇന്നിപ്പോൾ ഈ നടക്കാൻ പോകുന്ന വാക്കത്തോൺ പരിപാടി. ദിൽന. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. അവിടെ ദിൽഷ തിലകനുണ്ട് കോഴിക്കോട്. ദിൽഷ, വെരി ഗുഡ് മോർണിംഗ്. ഈ വയനാട് കോഴിക്കോട് 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു അടിസ്ഥാന സൗകര്യ പദ്ധതി എന്ന് തന്നെ പറയാം ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. അതിൻ്റെ ആദ്യ ബ്ലാസ്റ്റ് ഇന്നാണ്. മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ്? എല്ലാം സജ്ജമാണോ?
ക്രിസ്റ്റീന, ദിൽന, ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഈ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ പദ്ധതിയുമായിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയാണ് സർക്കാർ. 2025 ഓഗസ്റ്റിലാണ് ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ഇന്നിപ്പോൾ ഈ പാറ പൊട്ടിക്കലിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ ഏകദേശം 11 മണിയോട് കൂടിയാണ് പ്രസ്തുത സ്ഥലത്ത് വെച്ചിട്ട് പദ്ധതിയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം രാവിലെ 11 മണിയോട് കൂടി സ്ഥലത്ത് വെച്ച സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടേക്ക് പ്രവേശനമില്ല. പാസ് വെച്ചിട്ട് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കായിട്ട് പ്രത്യേക ലൈവ് സ്ട്രീമിംഗ് തന്നെ ഉണ്ടാകും. തൊട്ടടുത്തുള്ള പദ്ധതി പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെയുള്ള മുത്തപ്പൻപുഴ GLP സ്കൂളിൽ ലൈവ് സ്ട്രീമിംഗ് പൊതുജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പദ്ധതിയുമായിട്ട്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, ഈ ഒരു പദ്ധതിയുമായിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 4 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട്, വയനാട് ജില്ലകൾ തമ്മിലുള്ള ഒരു യാത്രാ ദൂരം ഗണ്യമായി കുറയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ്. കെ സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ പകരം 3 പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. അമൃത രാമകൃഷ്ണൻ, റിജിൽ മാക്കുറ്റി, TO മോഹനൻ എന്നിവരെയാണ് പകരം സ്ഥാനാർത്ഥികളാക്കാൻ ആലോചിക്കുന്നത്. കണ്ണൂരിൽ ഇക്കുറി മത്സരിക്കണമെന്ന ആഗ്രഹം കെ സുധാകരൻ ഇതിനോടകം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ MP-മാർ മാറി നിൽക്കട്ടെയെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ സുധാകരന് മാറി നിൽക്കേണ്ടി വരും. സുധാകരനില്ലെങ്കിൽ പകരം പരിഗണിക്കാൻ 3 പേരുകളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പക്കലുള്ളത്. മുൻമന്ത്രി N രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണൻ, നിലവിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ റിജിൽ മാക്കുറ്റി, മുൻ മേയർ TO മോഹനൻ എന്നിവർക്കാണ് മുൻഗണന. ഇതിൽ കെ സുധാകരനുമായുള്ള അടുപ്പവും യുവത്വവും അമൃതയ്ക്കും റിജിലിനും മുൻതൂക്കം നൽകുന്നു. ജില്ലാ നേതൃത്വത്തിനും ഇവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനാണ് താൽപര്യം. അതേസമയം ഭരണപരിചയം മുൻനിർത്തി TO മോഹനനും രംഗത്തുണ്ട്. എന്നാൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ചില ഇടപാടുകളിൽ അഴിമതി ആരോപണമുണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. LDF-ലാകട്ടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ വീണ്ടും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഈ കണക്കുകൾ അനുകൂലമാണെങ്കിലും വ്യക്തിപ്രഭാവമുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനെ നേരിടാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് അണികൾ. കടന്നപ്പള്ളിയുടെ ജനകീയതയെ മറികടക്കാൻ സുധാകരൻ നേരിട്ടിറങ്ങുമോ അതോ പുതുരക്തത്തെ പരീക്ഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 കണ്ണൂർ. കണ്ണൂർ പയ്യന്നൂരിൽ TI മധുസൂദനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ നീക്കം ശക്തമാക്കി വിമത വിഭാഗം. LDF സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ആലോചന. CPIM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണനോ മുൻ ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖനോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ഇരുവരും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി തീരുമാനത്തിന് പിന്നാലെയുണ്ടായ എതിർപ്പ് അവഗണിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലും കാര്യമായ എതിർപ്പ് ഇല്ലെന്നാണ് സൂചന. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലക്കാരനായി A റഹീം MPയെ ഇന്ന് തെരഞ്ഞെടുക്കും. ജില്ലാ സെക്രട്ടറി V ജോയി വർക്കലയിൽ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് റഹീമിന് താൽക്കാലിക ചുമതല ലഭിക്കുന്നത്. ജില്ലയിൽ CPIM മത്സരിക്കുന്ന 10 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. 10 സീറ്റിലും സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കുന്നതിനാൽ എതിർപ്പുകൾക്ക് സാധ്യതയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകൾ പുനഃസ്ഥാപിക്കണമെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദമാണ് നടന്നത്. കേസുമായി ബന്ധപ്പെട്ട് പണം കൈമാറിയ അക്കൌണ്ടിന് ഏർപ്പെടുത്തിയ മരവിപ്പിക്കൽ പിൻവലിക്കരുത് എന്നാണ് SIT കോടതിയിൽ ഉന്നയിച്ച ആവശ്യം. ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകൾ ഇന്ന് തുടങ്ങുകയാണ്. രാവിലെ 9:30 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. മൂല്യനിർണ്ണയം ഏപ്രിൽ 6 മുതൽ തുടങ്ങി മെയ് 22-ന് ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. SSLC, ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഗവർണർ പദവികളിൽ വൻ അഴിച്ചുപണി. ഡൽഹി, ലഡാക്ക്, ബംഗാൾ, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ് തുടങ്ങി 9 ഇടങ്ങളിലാണ് മാറ്റം. തമിഴ്നാട് ഗവർണർ RN രവിയെ ബംഗാളിലേക്ക് മാറ്റി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർക്ക് തമിഴ്നാടിന്റെ അധിക ചുമതല കൂടി നൽകി.
ബീഹാർ ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അറ്റ ഹസ്നനെ നിയമിച്ചു. അതേസമയം തന്റെ രാജിയിൽ CV ആനന്ദബോസ് ഇന്ന് വിശദീകരണം നൽകിയേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്നടക്കം സമ്മർദ്ദമുണ്ടായെന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. സാംസങ് ഗാലക്സി S26 സീരീസിന്റെ ഇന്ത്യയിലെ ലോഞ്ചും ഫസ്റ്റ് സെയിലും കോഴിക്കോട് MG ഷോറൂമിൽ നടന്നു. ചടങ്ങിൽ സിനിമാ താരം രജിഷ വിജയൻ മുഖ്യാതിഥിയായി. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ആദ്യ ഫോൺ ഏറ്റുവാങ്ങി. സാംസങ് ഗാലക്സി S26, S26 പ്ലസ്, S26 അൾട്ര എന്നിങ്ങനെ 3 മോഡലുകളാണ് സീരീസിലുള്ളത്. 87,999 രൂപ മുതലാണ് ഫോണുകളുടെ വില. സാംസങ്ങിന്റെ ഇന്ത്യയിലെ പാർട്ണറായ മൈജിയുടെ എല്ലാ ഷോറൂമുകളിൽ നിന്നും ഫോൺ ലഭിക്കും. പർച്ചേസിനൊപ്പം മൈജിയുടെ പ്രത്യേക ഓഫറുകളും ലഭ്യമാകും. Samsung Galaxy S26 series, India's first sale took place here today. നല്ല അഫോർഡബിലിറ്റി ഫൈനാൻസിൻ്റെ ഓപ്ഷൻസുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 10th വരെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 256 പർച്ചേസ് ബുക്ക് ചെയ്യുന്നവർക്ക് 512 ഡേ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 20,000 രൂപീസ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അതിലൂടെ. പ്ലീസ് വിസിറ്റ് ദി നിയറസ്റ്റ് മൈജി ഫ്യൂച്ചർ ഔട്ട്ലെറ്റ്സ് ഫ്രം 200 to കാസർഗോഡ്. നല്ലൊരു എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കുക. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെയാണ്, ബെസ്റ്റ് പ്രൈസിൽ. സോ തീർച്ചയായിട്ടും ഇത് എല്ലാവരും യൂസ് ചെയ്യണം. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ആദ്യ ഫോൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സിനിമാ താരം രജിഷ വിജയൻ മുഖ്യാതിഥിയായി. ഭയങ്കര സന്തോഷമുണ്ട്. മാവൂർ റോഡിൽ 250 സ്ക്വയർ ഫീറ്റിൽ 2006 20 വർഷം മുന്നേ ഒരു ചെറിയ കടയിൽ തുടങ്ങി ഇന്നിപ്പോൾ കേരളത്തിലുടനീളം 150 ഔട്ട്ലെറ്റ്സായി മാറിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്തേക്ക് കാല് ചുവട് വെക്കുകയാണ് അടുത്ത മാസം. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി തുടങ്ങുന്നൊരു സംരംഭം അത് ഇത്രയും വിശാലമാവുന്നു. മൈജിയിൽ നിന്ന് മൈജി ഫ്യൂച്ചറായി മാറുന്നു. സാംസങ് ഗാലക്സി S26 അൾട്ര എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നൈറ്റ് ഫോട്ടോഗ്രാഫിയും ഇതിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള പ്രൈവസിയും. അതായത് നമ്മൾ ബേസിക്കലി ഇപ്പം സ്ക്രീനിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ സ്ക്രീൻ കാണാൻ പറ്റില്ല. ബിൽറ്റ് ഇൻ പ്രൈവസി ഡിസ്പ്ലേ ആണ് ഫോണിന്റെ സവിശേഷത. 200 MP മെയിൽ ക്യാമറ രാത്രികാലങ്ങളിൽ പോലും ഫോട്ടോകൾ മികച്ചതാക്കും. 24 കോഴിക്കോട്. നിർധനർക്ക് സഹായഹസ്തവുമായി 24 കണക്റ്റും ലുലു ഗ്രൂപ്പും. 24 കണക്റ്റുമായി ചേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന ആലപ്പുഴ ജില്ലയിലെ ആദ്യ വീടിന്റെ തറക്കല്ലിട്ടു. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശികളായ സതീഷ് ചന്ദ്രൻ, ശ്രീജ ദമ്പതികൾക്കാണ് വീട് ലഭിച്ചത്. സ്വന്തമായി വാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് ഒരു വീട് പണിതുയർത്താൻ ശ്രീജയും സതീഷ് ചന്ദ്രനും 5 വർഷമായി കഷ്ടപ്പെടുന്നു. തുച്ഛമായ വരുമാനത്തിന് ജോലി നോക്കുന്ന ശ്രീജയ്ക്കും മരപ്പണിക്കാരനായ സതീഷ് ചന്ദ്രനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വീട് സ്വപ്നം മാത്രമായി. ജോലിക്കിടെ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതോടെ പണിക്ക് പോകാനുമാകുന്നില്ല. SKN40 ലഹരി വിരുദ്ധയാത്ര ആലപ്പുഴയിലെത്തിയപ്പോൾ ശ്രീജ പ്രതിസന്ധി 24നോട് തുറന്നു പറഞ്ഞു. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ റോഡ് ഷോയിൽ ലഹരി വിരുദ്ധ പരിപാടിക്ക് ശ്രീകണ്ഠൻ നായർ സാറും സാറിൻ്റെ വൈഫും പങ്കെടുത്ത പരിപാടിയിൽ ഞാനും എൻ്റെ മക്കളും ഒരു അപേക്ഷ കൊടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് ഈ വീട് കിട്ടുകയും ഇരുവരും ചേർന്ന് പണിത പ്ലാസ്റ്റിക് ഷെഡിന്റെ ഭാഗത്ത് പുതിയ വീടുയരുകയാണ്. 24 കണക്റ്റുമായി ചേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് വീട് നിർമ്മിക്കുന്നത്. അസിറ്റ് ഹോംസ് ആണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. മാനേജിംഗ് ഡയറക്ടർ V സുനിൽകുമാർ നിർമ്മാണ ജോലികൾ വിലയിരുത്തും. തറക്കല്ലിടലിൽ അസിറ്റ് ഹോംസ് പ്രൊജക്ട് മാനേജർ ഷിജു പങ്കെടുത്തു. 515 സ്ക്വയർ ഫീറ്റിൽ 2 മുറികളും അനുബന്ധ സൗകര്യങ്ങളും അടങ്ങിയ വീടാണ് നിർമ്മിക്കുന്നത്. 24 ആലപ്പുഴ. ബംഗളൂരുവിലേത് മുന്തിരി സീസണാണ്. നന്ദി ഹിൽസിന്റെ താഴ്വാരത്ത് മുന്തിരിപ്പാടങ്ങൾ വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. കാണാം കർണാടകയിലെ മുന്തിരി കർഷകരുടെ വിശേഷങ്ങൾ. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മുന്തിരിയിൽ ഭൂരിഭാഗവും വരുന്നത് കർണാടകയിൽ നിന്നാണ്. ബാംഗ്ലൂർ ഔത്തിയിലെ ഒരു മുന്തിരിപ്പാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. നിറം കൊണ്ടും രുചി കൊണ്ടും നാവിൽ വെള്ളമൂർന്ന ബാംഗ്ലൂർ ബ്ലൂസ് ആള് ചില്ലറക്കാരനല്ല. വർഷത്തിൽ 2 തവണ വിളവെടുക്കാവുന്ന ബാംഗ്ലൂർ ബ്ലൂസ് വൈൻ ഫാക്ടറികൾക്കും ജ്യൂസ് കടകൾക്കും ഏറെ പ്രിയപ്പെട്ട ഇനമാണ്. സീസൺ സമയങ്ങളിൽ കിലോയ്ക്ക് 5 രൂപ വരെ എത്തുമെങ്കിലും മാർക്കറ്റുകളിൽ 100 മുതൽ 180 രൂപ വരെയാണ് വിൽക്കുന്നത്. നിലവിൽ 25 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്.
എന്നാൽ 35 രൂപ കിട്ടിയാൽ മാത്രമേ ലാഭകരമാകൂ എന്നാണ് ഇവർ പറയുന്നത്. This is the called as blue grapes of Bangalore. It is a very popular fruit in our surrounding like Bangalore, Devanahalli Taluk. Its cost 25 rupees per kg in today's price. At least price is 5 rupees, 2 rupees per kg. When the high price is, the demand is more, they will demand the price. No demand, they will increase to 5 rupees, 2 rupees per kg. Above the 35 rupees, we will get the profit. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സബ്സിഡികളോ സംസ്കരണ കേന്ദ്രങ്ങളോ ഇല്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ಸರ್, ಸರ್ಕಾರದಿಂದ ಯಾವುದೇ ಅನುದಾನ ಅನ್ನೋದೇನು ನಮಗೆ ಸಿಗ್ತಾ ಇಲ್ಲ. 250 ചെടികൾ ഉൾക്കൊള്ളുന്ന ഒരേക്കറിൽ പന്തയൊരുക്കുന്നതിനും വളമിടിയിലിനുമായി ചെലവാകുന്നത് 6 ലക്ഷത്തിലേറെയാണ്. മരുന്നുകൾക്കും മറ്റു കീടനാശിനികൾക്കുമായി വേറെയും. വിളവെടുപ്പിന് പാകമായ മുന്തിരിപ്പാടങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ്. കാലാവസ്ഥ ഒന്ന് ചതിച്ചാൽ കർഷകരുടെ ഉള്ളിൽ തീയാണ്. മതിയായ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ബാംഗ്ലൂരിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. കാട് മൂടി ആർക്കും പ്രയോജനമില്ലാതെ കിടന്നിരുന്ന കോഴിക്കോട് ഫറോക്ക് പഴയപാലം ജെട്ടി പരിസരം ഫുഡ് സ്ട്രീറ്റാക്കി മാറ്റി ടൂറിസം വകുപ്പ്. ഫറോക്ക് പുഴയും പാലവും കണ്ട് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന മികച്ച സ്പോട്ടാണിത്. കൂടുതലിടങ്ങൾ സമാന രീതിയിൽ നവീകരിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഫറോക്ക് പഴയ പാലത്തോട് ചേർന്ന് പഴയ പാലം അതിനോട് ചേർന്ന് ഈ താഴെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞു കിടന്നിരുന്ന സ്ഥലം ബോട്ട് ജെട്ടി ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റായി മാറുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യം. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഫറോക്ക് പുഴയൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന, കുട്ടികളോടൊത്ത് വൈകിട്ട് വന്നിരിക്കാനൊക്കെ കഴിയുന്ന ഒരു മനോഹര കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യം. ഇതുപോലെ ഫറോക്ക് പുഴയും ആ പാലവും ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഒരുപാട് കഫേകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ കഫേയിൽ നിന്നൊക്കെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു തരത്തിലും ഉപകാരപ്പെടാതെ ഇരുന്നിരുന്ന സ്ഥലങ്ങൾ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നു, അതിനൊരു പുതിയ മുഖം നൽകുന്നു എന്നുള്ളതാണ് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളുടെ പ്രത്യേകത. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം കോഴിക്കോട് സംഘടിപ്പിച്ചു. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ സംഗമത്തിന്റെ ഭാഗമായി. മധ്യപൂർവേഷ്യയിലെ യുദ്ധവും സമൂഹത്തിലെ മറ്റു പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന വേദി കൂടിയായി സൗഹൃദ ഇഫ്താർ മാറി. 17ാമത് കർണാടക ബജറ്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അവതരിപ്പിക്കും. ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൌകര്യങ്ങൾ, ജലസേചനം, ബംഗളൂരു നഗരവികസനം, നികുതി പരിഷ്കരണങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാകും പദ്ധതികൾ പ്രഖ്യാപിക്കുക. 4.5 ലക്ഷം കോടി രൂപയുടെ ദീർഘകാല പദ്ധതികളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം 4.09 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് അവതരിപ്പിച്ചത്. ഗ്യാരണ്ടി സ്കീമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾക്കൊപ്പം ബംഗളൂരു നഗരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. സൌജന്യ പദ്ധതികൾ സർക്കാരിന് ഭാരമാകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നതിനിടെ പദ്ധതികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് ഇന്ന് BJP മെഗാ അദാലത്തും ജനസംഗമവും സംഘടിപ്പിക്കും. രാവിലെ 9 മണി മുതൽ മമ്പറം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മെഗാ അദാലത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി ശോഭ കലന്തരജെ എന്നിവർ പങ്കെടുക്കും. മെഗാ അദാലത്തിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഹെൽപ്പ് ഡെസ്കും ഉണ്ടാകും. C. സദാനന്ദൻ മാസ്റ്റർ MP, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, ദേശീയ സമിതി അംഗം CK പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.